പഞ്ച് ന്യൂസ് കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നിയമജാലകത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് KIT അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അഭിഭാഷകൻ, സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് M. ഫത്താഹുദ്ദീൻ. അദ്ദേഹം KIT അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഈ KIT രൂപീകൃതമാവുന്നതിൻ്റെ അല്ലെങ്കിൽ ആയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് സർ? KIT എന്ന് പറഞ്ഞാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതെ. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളിലേക്കുള്ള ജീവനക്കാരുടെ നിയമന പ്രക്രിയ, നിയമനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, പിന്നെ സാലറി, പേ റിവിഷൻ, അത് വിരമിക്കൽ, പെൻഷൻ തുടങ്ങി ആ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുടെയും അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അത് റിഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം മൂലം സ്ഥാപിതമായതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇപ്പോൾ സെൻട്രൽ എംപ്ലോയീസിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും അതേപോലെ ഓൾ ഇന്ത്യ സർവീസിലുള്ള ഓഫീസസിൻ്റെയും ഇങ്ങനെയുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അതായത് ഈ IAS അതുപോലെ കേന്ദ്ര ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ എല്ലാം പരാതികൾ പരിഹരിക്കുന്നത് കേന്ദ്ര ട്രിബ്യൂണലാണ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരളത്തിനകത്ത് ജോലി ചെയ്യുന്ന കേരള ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പരാതികൾ അല്ലെങ്കിൽ ഗ്രീവൻസസ് പരിഹരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. ഇത് ഒരു ഹൈക്കോടതി തുല്യമായ ഒരു കോടതിയാണോ? തീർച്ചയായും. അതായത് നമ്മുടെ KIT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 2010 2010 സ്ഥാപിതമായെങ്കിലും 2011 ഡിസംബറിലാണ് അതിന് പ്രവർത്തനം തുടങ്ങുവാൻ കഴിഞ്ഞത്. അതുവരെയുള്ള കേസുകളെല്ലാം ഹൈക്കോടതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ അന്ന് ഹൈക്കോടതിയിൽ, അതായത് ഒരു ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ, ഹൈക്കോടതിയിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിവിൽ, ക്രിമിനൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയാണ്. എന്നാൽ സർവീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ബെഞ്ച് ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന എല്ലാ മാറ്ററുകളും അതേ ജൂറിസ്ഡിക്ഷനോടുകൂടി ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതായത് താങ്കൾ പറയുന്നത് പണ്ട് കാലത്ത് ഈ സർക്കാർ ജീവനക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഹൈക്കോടതിയാണ്. ഇപ്പോൾ ആ മാറ്റേഴ്സ് എല്ലാം KIT ആണ് കൈകാര്യം ചെയ്യുന്നത്. അതേ അധികാരത്തോടുകൂടി. പക്ഷെ ഇപ്പോഴും ചില ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഹൈക്കോടതിയിൽ കേസിന് പോകുന്നതാണല്ലോ. അതായത് ഇത് സർക്കാർ ജീവനക്കാരാണ് എങ്കിൽ അവർക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോകാൻ കഴിയില്ല. കാരണം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അവിടെ നിന്നും ഇപ്പോൾ KIT അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിതമായപ്പോൾ ഇങ്ങോട്ട് മാറി. എന്നാൽ നമ്മുടെ കോർപ്പറേഷനുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പരാതികൾ ഇവിടെ എത്തണമെങ്കിൽ സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ നടത്തണം. എന്നാൽ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. ഈ ഹൈക്കോടതിയിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പത്രദ്വാര അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കേരള സർക്കാരിന് കീഴിലുള്ള ആളുകളുടെ ഗ്രീവൻസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇതുപോലെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരെയും കൂടി ഈ KITയുടെ പരിധിയിൽ വരുത്താത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കണം അല്ലേ? സർക്കാർ നോട്ടിഫിക്കേഷൻ വന്നാലേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് സർക്കാർ അത് നോട്ടിഫിക്കേഷൻ നടത്താത്തത്? അത് പല ബാഹ്യ ഘടകങ്ങളും അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാം ഹൈക്കോടതിയിൽ തന്നെ അഭിഭാഷകരുടെയും എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള അഭിഭാഷകരുടെയും ഒരു എതിർപ്പുണ്ട് ഈ കാര്യങ്ങൾ. നമ്മളെല്ലാം കാറ്റിലോട്ട് മാറേണ്ടി വരുന്നതുകൊണ്ട് എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതെ, ഒരു വർക്ക് ലോഡിന്റെ ഒരു പ്രശ്നമൊക്കെ അവർക്ക് ഉണ്ടാവും. അതേപോലെ യഥാർത്ഥത്തിൽ എയ്ഡഡ് സ്കൂൾ നമുക്കറിയാം, കേരളത്തില് ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂളുകളും 10,000 ജീവനക്കാരും ഉള്ളതാണ് എയ്ഡഡ് സെക്ടർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എയ്ഡഡ് സ്കൂളുകളെല്ലാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങി.
എന്നാൽ അതിനെ അന്ന് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അവിടെ ഒരു സ്റ്റേയിൽ കുറേ വർഷങ്ങളായി ആ സ്റ്റേ മാറാതെ ആ സ്റ്റേയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഈ എയ്ഡഡ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, അതെല്ലാം ഇങ്ങോട്ട് മാറിയാണ്. ഇപ്പോൾ ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് 2 ബെഞ്ചും എറണാകുളത്ത് ഒരു അഡീഷണൽ ബെഞ്ചുമാണ്. അങ്ങനെ മൊത്തം 3 ബെഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നാൽ ഹൈക്കോടതിയേക്കാൾ വളരെ വേഗത്തിൽ ഈ കേസുകളെല്ലാം തീർപ്പാക്കാൻ പറ്റും. ഈ ട്രിബ്യൂണലും കോടതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബ്യൂണലുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള, ഈ കാര്യങ്ങൾ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജിമാർ, അങ്ങനെയുള്ളവരാണ് ഇവിടെ വരുന്നത്, ജഡ്ജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവില്, ക്രിമിനൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെല്ലാ കാര്യങ്ങളിലും എക്സ്പേർട്ട് ആയിരിക്കണമെന്നില്ല. എന്നാൽ സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി സർവീസ് മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ജഡ്ജസിനെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാനും വളരെ വേഗത്തിൽ തന്നെ അതിന് തീർപ്പ് കൽപ്പിക്കുവാനും കഴിയും. സാധാരണ കോടതിയിൽ നമ്മൾ കണ്ടുവരുന്ന ജഡ്ജസ് അതിനുപരി ഈ കാറ്റിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നിന്ന് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെയും ജഡ്ജായിട്ട് ഇരുത്താറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് ജഡ്ജിമാർ എപ്പോഴും ഒരു കാര്യത്തിൻ്റെ നിയമപരമായ കാര്യങ്ങൾ വളരെ എക്സ്പെർട്ടുകളായിരിക്കും ജുഡീഷ്യൽ സൈഡിൽ നിന്ന് വരുന്ന ജഡ്ജസ്. എന്നാൽ നമ്മൾ സർവീസ് കാര്യങ്ങളിലൂടെ നോക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ എന്ന് പറയാം. അതായത് ഭരണപരമായ കാര്യങ്ങളിൽ എല്ലാ പ്രൊസീജിയറുകളും ഇങ്ങനെയാണോ എന്നൊരു സംശയത്തിന് വേണ്ടി നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഇൻസ്ട്രക്ഷന് മാറ്റിവെച്ച് അതിൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. പകരം ഇവിടെ ഇരിക്കുന്ന ആൾ, തൊട്ടടുത്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ IAS-കാരോ IPS-ഓ IFS-കാരോ ആയിരിക്കും. അവർ ഭരണപരമായ കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം അവരോടുകൂടെ തീർത്ത് 2 സൈഡും കൂടി ഒരുമിച്ച് ഭരണപരമായ രീതിയിലുള്ള ഒരു എക്സ്പേർട്ടും ജുഡീഷ്യൽ സൈഡിലുള്ള എക്സ്പേർട്ടും കൂടെ ചേർന്നതാണ് ഈ ബെഞ്ച്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തീർപ്പിലാക്കാൻ കഴിയും. ഈ നമ്മൾ ഹൈക്കോടതിയിൽ കാണുന്ന പോലെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, അത്തരത്തിലുള്ള ഒരു ഘടന കാറ്റിലുണ്ടോ? ഘടന എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറും കൂടി ചേർന്നതാണ് ട്രൈബ്യൂണലിന്റെ ഒരു ബെഞ്ച്. എന്നാൽ ചില ഘട്ടങ്ങളിൽ 2 പേർക്കും ഇരിക്കാൻ സൗകര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ പലപ്പോഴും ജുഡീഷ്യൽ മെമ്പറോ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറോ സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളും ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ 2 പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പരാതികൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലാത്ത അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിംഗിൾ ബെഞ്ചിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു നിയമം അതിന്റെ വാലിഡിറ്റിയൊക്കെ ചോദ്യം ചെയ്തു വന്നാൽ ആ കാര്യങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈയിടെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ചെയർമാൻ റിട്ടയർ ചെയ്തതിനെ തുടർന്ന് പുതിയ ചെയർമാനെ സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ വരാൻ കാര്യം? അത് ഒരു ചെയർമാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ അടുത്ത ചെയർമാനെ രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള ഒരു താമസം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു മെമ്പറിനെ സംസ്ഥാന സർക്കാരിന് ആക്ടിംഗ് ചെയർമാനായി നിയമിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവിടുത്തെ ജുഡീഷ്യൽ മെമ്പർ ഹൈക്കോടതിയിൽ നിന്നും വന്ന ജഡ്ജി PV ആശ ഇങ്ങനെ ആക്ടിംഗ് ചെയർമാൻ ആകണമെന്ന് ഗവൺമെൻറ്റിലേക്ക് പോവുകയും, എന്നാൽ അവിടെ ആ ജുഡീഷ്യൽ മെമ്പറിനേക്കാൾ ഇപ്പോൾ സീനിയറായി ഇവിടെ നേരത്തെ വന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ ഒരു IAS-കാരുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം, IAS ലോബിയുടെ ഒരു ഇടപെടൽ മൂലം, IAS-കാരനാണല്ലോ അവിടുത്തെ ഇപ്പോഴത്തെ സീനിയർ മെമ്പർ, അദ്ദേഹത്തെയാണ് ആക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ ഫയലിൽ വീണ്ടും ഡിലേ വരുത്തുകയും ചെയ്തതാണ്. ശരിക്കും ജുഡീഷ്യൽ മെമ്പറാണ് ചെയർമാനായിട്ട് വരേണ്ടതല്ലേ? അതിന്റെ ഘടന അനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഉള്ള ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിക്കോ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിക്കോ അവിടെ ചെയർമാൻ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി അവിടെ ജുഡീഷ്യൽ മെമ്പർ ആയിരിക്കുമ്പോൾ ആക്ടിംഗ് ചെയർമാനായിട്ടും അതേ ആളിനെ തന്നെയാണ് ആക്കേണ്ടത്. അതാണ് ഒരു ഡിസ്പ്യൂട്ട് വന്നത്. ശരിക്കും സർക്കാർ ജീവനക്കാരുടെ എന്ത് തരം കേസുകൾ അല്ലെങ്കിൽ അവരുടെ ഗ്രീവൻസ് ആണ് ഈ KIT വരുന്നത്? ഞാൻ ഈ സർക്കാർ സർവീസിൽ എത്തുന്നതിന് മുമ്പേ തന്നെ സർക്കാർ സർവീസിൽ ഇപ്പോൾ ഈ നിയമന പ്രക്രിയ പല മെത്തേഡുകളിലൂടെയാണല്ലോ നടക്കുന്നത്. കൂടുതൽ മെത്തേഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ത്രൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. അതേപോലെ വേറെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, സ്പോർട്സ് കോട്ടയുണ്ട്, ഡയറക്ട് നിയമനമാണ്, കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് സ്കീമുണ്ട്, അത് വേറൊരു ടൈപ്പ് നിയമനമാണ്, ഡൈയിങ് ഇൻ ഹാർനസ്. അത് അതേപോലെ തന്നെ ചില നിയമനങ്ങൾ ബൈ ട്രാൻസ്ഫർ ആണ്, ബൈ പ്രൊമോഷൻ ആണ്. അങ്ങനെ
പല പല നിയമന പ്രക്രിയകളുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ളതാണ്, PSC വഴിയുള്ള. അപ്പോൾ PSCയിലേക്ക് ഞാൻ അതാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, നിയമന പ്രക്രിയ, നിയമനം, സ്ഥാനക്കയറ്റം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ പല കാരണങ്ങളാലും പബ്ലിക് സർവീസ് കമ്മീഷൻ നിരസിക്കപ്പെടാം. അതേപോലെ ആ പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ, ഒരു പോസ്റ്റിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ പല കാരണങ്ങളാൽ PSC ആ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള കാരണങ്ങളിൽ ആർബിട്രറി ആയിട്ടുള്ള എന്തെങ്കിലും റിജക്ഷൻ, നിയമപരമല്ലാത്ത റിജക്ഷൻ എന്തെങ്കിലും വന്നാൽ അതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ്. ഈ ആർബിട്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിയമപരമല്ലാതെ അവരുടേതായ ഒരു ഏകാധിപത്യപരമായ ഒരു ഇതുകൊണ്ട് അത് അങ്ങ് നിരസിക്കപ്പെടുന്നു. നിയമപരമല്ലാത്ത രീതിയിൽ അതിനെ നിരസിക്കപ്പെടുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ആ ഗ്രിവൻസ് റിഡ്രസ് ചെയ്യാനുള്ള ബോഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. അതായത് കാറ്റിന്റെ രൂപീകരണത്തോടെ പണ്ട് സർക്കാർ ഓഫീസ് ജീവനക്കാർ ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തിയിരുന്നവർക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പഴയ കളക്ട്രേറ്റ് ബിൽഡിങ്ങിൽ ക്യാറ്റിൻ്റെ ആസ്ഥാനത്ത് പോയിട്ട് പരാതികൾ ഫയൽ ചെയ്യാം അല്ലേ? ശരിക്കും ഈ ക്യാറ്റിലെ വക്കീലന്മാർ തന്നെ ഇതിൽ പങ്കെടുക്കണം എന്നുണ്ടോ? ഈ പരാതിക്കാരനായ എനിക്കോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനായ വ്യക്തിക്ക് നേരിട്ട് വന്ന് ഇത് ഫയൽ ചെയ്യാൻ പറ്റുമോ? അത് ഇപ്പോൾ KT എന്നുള്ളതല്ല. നമുക്കിപ്പോ ഏത് ജുഡീഷ്യൽ സംവിധാനവും ജനത്തിന് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് നേരിട്ട് പോകാനുള്ളതാണ്. ഹൈക്കോടതിയിലും ജനങ്ങൾക്ക് നേരിട്ട് പോകാം, സിവിൽ കോടതിയിലും പോകാം, സുപ്രീം കോടതിയിലും പോകാം. പിന്നെ അവർ ഈ കാര്യങ്ങളിലൊന്നും എക്സ്പേർട്ട് അല്ല. ഇതൊക്കെ ഒരുപാട് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ഉള്ളതാണ്. അതെല്ലാം പറ്റുന്നത് ഒരു അഭിഭാഷകനായതുകൊണ്ടും നിയമത്തിൽ അവർ അത്രയും പരിജ്ഞാനമില്ലാത്തത് കൊണ്ടും അഭിഭാഷകന്റെ സഹായം തേടി, നമ്മളുടെ വക്കാലത്ത് തേടി, അവർക്ക് വേണ്ടി നമ്മൾ വക്കാലത്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് നേരിട്ട് പരാതി കൊടുക്കാനും അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ വരാറുണ്ടോ? നേരിട്ട് നേരിട്ട് വന്ന് വാദിക്കുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷെ അവര് ഈ സബ്ജക്റ്റിൽ അത്ര ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാത്തത് കൊണ്ടും കോടതിയുടെ പ്രൊസീജിയറുകൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും സമയം കോടതിക്കും എല്ലാവർക്കും ഒരു മെനക്കെടുത്തലായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊന്നും നടക്കൂല. ഒരു ദിവസം ഒരു കേസ് പോലും തീരൂല. അതായത് ഈ വരുന്ന ആൾക്കാർക്ക് ഇഗ്നറൻസ് ഓഫ് ലോ, നിയമത്തെ കുറിച്ച് അറിവില്ലായ്മ കാരണം ഒരുപാട് സമയം മെനക്കെടുത്തും അല്ലേ? ഒരുപാട് സമയവും മെനക്കെടുത്തും. അവർ ചിലപ്പോ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പറയും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നെഗറ്റീവായി പോകും. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അത് കക്ഷികൾക്ക് മാത്രമല്ല, നന്നായിട്ട് അറിഞ്ഞില്ലാത്ത അഭിഭാഷകർക്കാണെങ്കിൽ അവരെഴുതി കൊടുക്കുന്നതിനകത്തും പറ്റും. സാധാരണഗതിയിൽ ഏത് ടൈപ്പ് കേസുകളാണ് കൂടുതൽ വരുന്നത്? ഇപ്പോൾ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡീ പ്രമോഷൻ, ഇത് രണ്ടും അല്ലാതെ പിന്നെ എങ്ങനത്തെ കേസുകളാണ് വരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിയമനവുമായി ബന്ധപ്പെട്ട പല PSC അപ്പോയിന്റ്മെന്റ്, പിന്നെ അതേപോലെ സർവീസിൽ റെഗുലറൈസ് ചെയ്യപ്പെടുക, സർവീസിൽ അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക. കാലതാമസം വന്നു കഴിഞ്ഞാലും വരാം, കാലതാമസം വന്നാലും വരാം, ഇനാക്ഷൻ കൊണ്ട് ഉള്ള കാര്യങ്ങൾ വരാം. അത് ലീവ് വിത്തൗട്ട്, പലരും ഗൾഫിലൊക്കെ വെളിയിലൊക്കെ ഇടുന്ന ലീവ് ചിലപ്പം അനുവദിക്കും, ചിലപ്പോൾ അനുവദിക്കില്ല. അതേപോലെ അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം, അവരുടെ പേ റിവിഷൻ, അവരുടെ എല്ലാ കാര്യങ്ങളും, സ്ഥാനക്കയറ്റം, എല്ലാത്തിലുമുള്ള ഡിലേ, സീനിയോറിറ്റി പ്രശ്നം, അങ്ങനെ ഒരു സർക്കാർ ജീവനക്കാരന്റെ മൊത്തം കാര്യങ്ങളും അതിനകത്ത് ഒരുപാട് വലിയ മേഖലയാണത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടിയുണ്ട്. സസ്പെൻഷൻ, ഡിസ്മിസൽ, അതേപോലെ അച്ചടക്ക നടപടി എടുക്കുന്നു. അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നു. അതൊക്കെ ഓരോരോ പെനാൽറ്റിയാണ് അച്ചടക്ക നടപടിയിൽ. അപ്പൊ അച്ചടക്ക നടപടി എടുക്കുമ്പോൾ ആ അച്ചടക്ക നടപടിയിൽ കുറേ പെനാൽറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫൈൻ, സെൻഷുവർ, ഇൻക്രിമെന്റ് ബാർ, വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ, റിക്കവറി ഫ്രം പേ, റിമൂവൽ ഫ്രം സർവീസ്, കമ്പൾസറി റിട്ടയർമെന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ശിക്ഷകൾ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ പ്രൂവ് ചെയ്താൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒരു ചെറിയ കാര്യമായിരിക്കും, ഫയലിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് ആ അച്ചടക്ക അധികാരി വിചാരിക്കുകയാണ്, എനിക്ക് പിരിച്ചുവിടാൻ വരെയുള്ള അധികാരമുണ്ടല്ലോ, ഇവനെ നാളെ അങ്ങ് പിരിച്ചുവിട്ടേക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതായത് പ്രൊപ്പോർഷനേറ്റ് ടു ദ ചാർജ് ആയിരിക്കണം. ആ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ്, അതിൻ്റെ ചാർജ്, അതെല്ലാം നോക്കിയായിരിക്കണം
ഇത്രയും ശിക്ഷകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ശിക്ഷകളിൽ നമ്മൾ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കണം. അല്ല എങ്കിൽ അത് അബ്യൂസ് ഓഫ് പവർ ആണ്, ആർബിട്രറി എക്സർസൈസ് ഓഫ് ഡിസ്ക്രിഷണറി പവർ ആയിട്ട് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി ഈ സർക്കാർ ജീവനക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് മാസശമ്പളവും, അതായത് പൈസ ഉള്ള കക്ഷികളായിരിക്കും അല്ലേ? വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം മാസശമ്പളം വാങ്ങിക്കുന്ന കക്ഷികളെ കിട്ടുന്നത് ഒരു ബെനിഫിറ്റ് ആണോ? അങ്ങനെ പറയാം. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് വരുമ്പോൾ അവർക്ക് പൈസ ഇല്ല, വക്കീല് വലിയ പാടാണ് എന്ന് പറയാൻ പറ്റില്ല. അതെ, കോടതി കേസുകളിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് പണം തന്നെ പറഞ്ഞ് പൈസ തരാതിരിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ? അങ്ങനെ അല്ല, പൈസ തരാതിരിക്കാനുള്ള പ്രവണത ഇല്ല, എന്നാലും അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെ ആവശ്യപ്പെടാം. പക്ഷെ ഇവിടെ അത് പറ്റൂല. ഇവിടെ അതായത് മാസം ശമ്പളം വാങ്ങിക്കുന്നതുകൊണ്ടും അവരുടെ ശമ്പളത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന്റെയോ ഒക്കെ കേസായതുകൊണ്ട് കൃത്യമായിട്ട് ഫീസ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഡെയിലി വേജസ്, കോൺട്രാക്ട് എംപ്ലോയീസ്, അവരുടെ കേസ് ഇവിടെ എടുക്കുമോ? ഡെഫിനറ്റ് ആയിട്ട് എടുക്കും. അതായത് അവർ വർക്ക് ചെയ്യുന്നത് സർക്കാർ വകുപ്പിലാണ് എങ്കിൽ അവർ ഹോൾഡിംഗ് എ സിവിൽ പോസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ആണ്. അല്ല, ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പണ്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് കേസിന് പോയപ്പോൾ അദ്ദേഹം കോൺട്രാക്ട് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അവിടുത്തെ വക്കീൽ പറഞ്ഞു, നിങ്ങൾ കോൺട്രാക്ട് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെ ചലഞ്ച് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം കോടതി കോൺട്രാക്ട് എംപ്ലോയീസിനെയും ഡെയിലി വേജസ് എംപ്ലോയീസിനെയും ഒരു സർക്കാർ ജീവനക്കാരനായി കോടതി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സ്ഥിതി മാറിയോ? ഇപ്പോൾ ആ സ്ഥിതി മാറി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് എംപ്ലോയിയോ ഡെയിലി വേജ് എംപ്ലോയിയോ ആയി കഴിഞ്ഞാൽ അവർ ഹോൾഡിംഗ് എ സിവിൽ പോസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ആണ്. അവർ സർക്കാരിന്, സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നാണ് അവർക്ക് വേജസ് ആയാലും ഓണറേറിയം ആയാലും സാലറി ആയാലും എന്ത് പേര് പറഞ്ഞാലും അത് കൊടുക്കുന്നത് സർക്കാരാണ്. അതുകൊണ്ട് അവരും ഒരു സിവിൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള എല്ലാവരുടെയും കേസുകൾ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ്. അപ്പോൾ ഈ KT പുറപ്പെടുവിക്കുന്ന ഒരു വിധിക്കെതിരെ നമ്മൾ എവിടെയാണ് അപ്പീൽ പോവേണ്ടത്? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് അനുസരിച്ച് ഇവിടെയുള്ള ജഡ്ജ്മെന്റ് ഫൈനലാണെന്നും ഇതിന് അപ്പീൽ സുപ്രീം കോടതിയിൽ മാത്രമേ ഉള്ളൂ എന്നുമാണ്. അപ്പോൾ ഈ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നുള്ള കേസുകളെല്ലാം കൂടെ എടുത്ത് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയാൽ അവിടെ ഒരു പ്രളയമായിരിക്കും. അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ വേറെ 2 കേസിൽ, ഒരു ചന്ദ്രകുമാർ കേസ്, സമ്പത്ത് കുമാർ കേസ് എന്ന് പറയുന്ന 2 കേസുകളിൽ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 227 അനുസരിച്ച് അവിടെ ഫയൽ ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാൽ മതി എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലൂടെയാണ് അങ്ങനെ വന്നത്. അല്ലാതെ ആക്ട് അനുസരിച്ച് അപ്പീല് സുപ്രീം കോടതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകായുക്ത പോലെ തന്നെ നമ്മുടെ വിധിക്ക് അനുകൂലമല്ലെങ്കിൽ ആ വിധിക്ക് എതിരെ നമുക്ക് ഹൈക്കോടതിയിലും പോകാനുള്ള അവസരം കേരളത്തിൽ ഹൈക്കോടതിയിൽ പോകാം. അവിടെയും വിധി എതിരാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം അല്ലേ? അവിടെ ഡിവിഷൻ ബെഞ്ചിന്റെ, ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലാണ് പോകേണ്ടത്. സുപ്രീം കോടതിയിലെല്ലാം ഡിവിഷൻ ബെഞ്ചിലാണ്. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ. KTയുടെ വിധികൾ കേരള സർക്കാർ നടപ്പാക്കുന്നതിൽ വിമുഖത കാണിക്കാറുണ്ടോ? അങ്ങനെ വിമുഖത കാണിച്ചാൽ എന്തെങ്കിലും പരിഹാരം KTക്കുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്ന സർവീസ് മാറ്ററിൽ ഉണ്ടായിരുന്ന അതേ ജൂറിസ്ഡിക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നടപ്പിലാക്കിയില്ല എങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് അനുസരിച്ച് ട്രൈബ്യൂണലിൽ തന്നെ ആ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കണ്ടംപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടംപ്റ്റ് കൊടുത്താൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അനുസരിച്ച് ശിക്ഷിക്കുകയോ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ അപ്പോളജൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും വ്യത്യസ്തമായി KATക്ക് വേറൊരു പവറും കൂടിയുണ്ട്, എക്സിക്യൂഷൻ പവറും കൂടിയുമുണ്ട്. എക്സിക്യൂഷൻ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KATയുടെ ഒരു ഉത്തരവ് നടപ്പിലാക്കിയില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ കണ്ടംപ്റ്റ് എടുക്കും. അതേപോലെ തന്നെ ആ ഉത്തരവ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി നടപ്പിലാക്കിയില്ല എങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ റോളിലേക്ക് ട്രൈബ്യൂണൽ സ്റ്റെപ്പ് ഇൻ ടു ഷൂസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആയിട്ട് ആ വിധി അവർ നടപ്പിലാക്കിയെടുക്കും. ശരിക്കും ഈ ഹൈക്കോടതിയും ഈ KT ട്രിബ്യൂണലും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടോ, അതോ ഏകദേശം ഒരുപോലെയാണോ? അജഗജാന്തര വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഹൈക്കോടതിയേക്കാൾ കുറെ കൂടി കാര്യങ്ങൾ ട്രൈബ്യൂണലിൽ സ്പീഡി റിക്കവറി ഉണ്ട്. അതേപോലെ ഹൈക്കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സർക്കാർ തീരുമാനങ്ങളുടെ. എന്നാൽ ഇവിടെ ഫാക്ച്വലി എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ സിവിൽ കോടതിയിൽ നമ്മൾ പല കാര്യങ്ങളും വിസ്തരിക്കുമല്ലോ.
അതേപോലെ ഇവിടെ സാക്ഷികളെ വിളിക്കാം, വിസ്തരിക്കാം, വിധിയെടുക്കാം, വിധി നടപ്പിലാക്കാം. ഈ വിധി നടപ്പിലാക്കുക ഒന്നും ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും അപ്പോൾ ഇത് ഒരു ലോകായുക്തയെ പോലെ ഒരു സിവിൽ കോടതി നേച്ചറുള്ള ട്രിബ്യൂണലാണോ? നടക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം സിവിൽ പ്രൊസീജിയറാണ്. കണ്ടംപ്റ്റിൽ മാത്രം ക്രിമിനൽ കണ്ടംപ്റ്റും സിവിൽ കണ്ടംപ്റ്റും ഉണ്ടാവും. പിന്നെ അതേപോലെ KAT ട്രൈബ്യൂണലിന്റെ ഉത്തരവായതുകൊണ്ട് ഇത് നടപ്പിലാക്കണോ ഒരു വിമുഖത സർക്കാർ സംവിധാനത്തിൽ പൊതുവിലൊന്നുണ്ട്. ഇത് ആഫ്റ്റർ ഓൾ ഒരു ട്രൈബ്യൂണലല്ലേ, ഹൈക്കോടതി അല്ലല്ലോ എന്ന്. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജഡ്ജി ഉണ്ട് എങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് ഹൈക്കോടതിക്കും ഇവിടെയും എല്ലാം ഒരേപോലെ ബാധകമാണ്. അതേപോലെ ഉള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കി എടുക്കാൻ പറ്റും. അതെ, ഈ ജില്ലാ കോടതികളിലും ഹൈക്കോടതികളിലും ഒക്കെ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പത്രക്കാർ എഴുതി കാണാറുണ്ട്. ഈ KATയിൽ ഒരു സ്പീഡി റിക്കവറി ഉണ്ടോ? ഇതിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരാതിക്കാർക്ക് പെട്ടെന്നുള്ള ഒരു പരിഹാര സംവിധാനം നിങ്ങൾക്കുണ്ടോ KATക്ക്? അതായത് KAT 2011 തുടങ്ങിയത്. ഇപ്പോൾ 2022 ശേഷമൊക്കെ ഉള്ള കേസുകളെ അവിടെ പെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാ കേസുകളും കഴിയും. മിക്ക കേസുകളും അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ കഴിയും. ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എടുത്ത് 2-3 പോസ്റ്റിങ്ങുകളുണ്ട്. മിക്ക കേസുകളും കഴിയും. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും സർക്കാരിൽ നിന്നും പല കാര്യത്തിനും പലപ്പോഴും റിപ്ലൈ സ്റ്റേറ്റ്മെന്റ് വരാറില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ ഡിലേ ആവും. അതല്ലാതെ രണ്ട് ഭാഗത്തു നിന്നും സഹകരിച്ചാൽ വളരെ പെട്ടെന്ന് തീരാവുന്ന സംവിധാനമാണ്. അതായത് താങ്കളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു 10-13 വർഷത്തിനുള്ളിൽ സ്ഥാപിതമായ ഈ സംവിധാനത്തിൽ ഒരു സ്പീഡി റിക്കവറി നടക്കുന്നുണ്ട്. പരാതിക്കാർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും പെട്ടെന്ന് ഒരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഹിയറിങ്ങും CATന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ കഴിയും. ഇവ രണ്ടും കൊണ്ടുവന്നതിലൂടെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ CATന് കഴിയുന്നുണ്ടോ? തീർച്ചയായും. സാങ്കേതിക വിദ്യ വളരുന്നതോടുകൂടി കോടതിയല്ല എല്ലാ സംവിധാനവും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ആസ്ഥാനം, ഇല്ലെങ്കിൽ കൊച്ചിയിലാണ് ബെഞ്ച്. കൊച്ചിയിലുള്ള അഭിഭാഷകർക്കോ ഇല്ലെങ്കിൽ കണ്ണൂരുള്ള അഭിഭാഷകർക്കോ എന്തായാലും തിരുവനന്തപുരത്തുള്ള ഒരു ഹിയറിംഗ് ആണ്. അവർക്ക് അവരുടെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ വളരെ എഫക്റ്റീവായ ഹൈബ്രിഡ് സിസ്റ്റമാണ് കോവിഡ് കാലത്ത് അതുപോലെ അല്ല, അതിനേക്കാൾ വളരെ എഫക്റ്റീവാണ് ഇപ്പോഴത്തെ ഹൈബ്രിഡ് സിസ്റ്റം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തിരുവനന്തപുരത്തുള്ള അഭിഭാഷകർക്ക് എറണാകുളത്തുള്ള അഡീഷണൽ ബെഞ്ചിൽ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ട കാര്യമില്ല, തിരുവനന്തപുരത്ത് തന്നെ ഹിയറിംഗിന് പങ്കെടുക്കാം. പക്ഷെ ഒരു ഡൗട്ട്, നമ്മൾ അഭിഭാഷകൻ നേരിട്ട് കോടതിയിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിലെത്തി കേസ് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലിരുന്ന് ഒരു അഭിഭാഷകൻ പ്രസന്റ് ചെയ്യുമ്പോൾ ജഡ്ജിക്ക് അങ്ങനെ തോന്നാമോ? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു തുറന്ന കോടതിയെ പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം വന്നാൽ ഒരു പക്ഷേ നടക്കുമായിരിക്കും. ഇപ്പോഴത്തെ ഹൈബ്രിഡ് സിസ്റ്റം അത്ര എഫക്റ്റീവ് അല്ല. ഒരു ഓപ്പൺ കോടതിയിലുള്ളത് പോലെ നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റം തോന്നത്തില്ല. ജഡ്ജി ഒരിടത്തിരിക്കുന്നു, അഭിഭാഷകനൊരിടത്തിരിക്കുന്നു, പലപ്പോഴും വീഡിയോ കട്ടാവും, ഓഡിയോ കട്ടാവും. അഭിഭാഷകന്റെ പറയുന്നത് ഇപ്പുറത്ത് ഓഡിബിൾ ആണോ എന്ന് പലപ്പോഴും ആമൈ ഓഡിബിൾ വിളിച്ച് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഹൈബ്രിഡ് സിസ്റ്റം ഏർപ്പെടുത്തിയപ്പോൾ നേരിട്ട് പ്രസന്റ് ചെയ്യുന്ന അഭിഭാഷകരുടെ ഊഴം കഴിഞ്ഞിട്ടാണോ ഹൈബ്രിഡുകാരെ വിളിക്കുന്നത്, അതോ അതിന് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി തിരിഞ്ഞു വരുമോ? അങ്ങനെയില്ല. അത് കേസിന്റെ നമ്പർ പോലെ 1-2 എന്ന് പറഞ്ഞു വരുന്നു. അത് ഹൈബ്രിഡ് ആണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ നമ്പർ കൊടുക്കും. ആ കേസ് വിളിക്കുമ്പോൾ ആ അഭിഭാഷകൻ അപ്പിയർ ആവും, വീഡിയോ ഓൺ ആവും. അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ സാങ്കേതിക തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ സാങ്കേതിക തകരാറുകൾ ഓൾവേസ് ഉണ്ട്. കറണ്ട് പോകും, നെറ്റ് കട്ടാവും. പിന്നെ നമ്മൾ കേസ് വീണ്ടും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുമോ? എങ്ങനെയാണത്? കേസ് ചിലപ്പോ വേറൊരു ദിവസത്തേക്ക് അങ്ങ് മാറും. അങ്ങനെയുള്ള നേരിട്ട് പ്രസന്റ് ചെയ്യുന്ന വക്കീലന്മാരുടെ ടൈം മെനക്കെടുത്തുന്ന ഒരു കാര്യമായിട്ട് അങ്ങനെയുണ്ട്. ഫോർ ദ ടൈം ബീയിങ് ഇത് ഭയങ്കര എഫക്റ്റീവ് അല്ല. ഭാവിയിൽ സാങ്കേതിക വിദ്യ വളരെ വന്ന് ഓപ്പൺ കോടതി പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനം വരുമ്പോൾ നന്നാവുമായിരിക്കാം. ഇത്രയും നേരം നമ്മുടെ നിയമജാലകത്തിൽ പങ്കെടുത്ത് KAT അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിച്ച അഡ്വക്കേറ്റ് M ഫത്താഹുദ്ദീന് പഞ്ച് ന്യൂസ് കേരളയുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു.